ഹലോ മക്കളീസ്, വെൽക്കം അഗെയിൻ. സോ മക്കളെ, നമ്മുടെ എക്സാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും എൻ്റെ പുറകിൽ കാണുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസിലെ, അഥവാ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 13 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അഥവാ കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് കെമിസ്ട്രിയിൽ നിന്നും പഠിക്കേണ്ടത്. എന്താ അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ ആ ചാപ്റ്ററിൽ നിന്നും മക്കളെ എഴുതി വെച്ചോളൂ, ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാധനമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു 3 റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചതായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. രാസപ്രവർത്തനങ്ങൾ എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് 3 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അത് മക്കളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് അത്രയും ഉറപ്പാണ്. സോ ആ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ചെറിയ വീഡിയോയിൽ നമ്മൾ മാക്സിമം കണ്ടന്റ് കുത്തി നിറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഓർത്ത് വെച്ചോ മക്കളെ, എക്സാമിന് വരും ആൻഡ് അത് നമ്മളിതാ ഇവിടെ തീർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും സാറേ അതെന്താണ് പോലും എനിക്കറിയില്ല, നോ പ്രോബ്ലം എടാ. ഈ വീഡിയോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക, ദെൻ ആ മാർക്ക് നിങ്ങളുടെ കയ്യിലേക്കുള്ളതാണ്. സോ റെഡിയാണോ? റെഡിയല്ലേ? പോകാം നമുക്ക്. മക്കളെ, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ള ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാം അല്ലേ? രാസപ്രവർത്തനങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട രാസപ്രവർത്തനം മക്കളെ, നോക്കടാ. അപ്പോൾ ഒരു രാസപ്രവർത്തനം ആകുമ്പോൾ എന്തുണ്ടാവില്ലേ, അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയണം എവിടെയാണ് അഭികാരകം, എവിടെയാണ് ഉൽപ്പന്നം, ആരാണ് അഭികാരകം, ആരാണ് ഉൽപ്പന്നം. എടാ നമുക്കറിയാം, രാസപ്രവർത്തനം നമ്മൾ കെമിക്കലി എഴുതുന്ന സമയത്ത് ഒരു ഏരോ മാർക്ക് കാണിക്കാറുണ്ട്. ആ ഏരോ മാർക്കിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ആരൊക്കെയുണ്ടോ, ലെഫ്റ്റ് ഭാഗത്ത് ബ്ലാ 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 അല്ലേ, ഒരു A+B അല്ലെങ്കിൽ എന്തെങ്കിലും Aയും Bയോ ആരെങ്കിലും. സോ ആ ലെഫ്റ്റ് ഭാഗത്ത് വരുന്ന ആളുകളായിരിക്കും റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ. ക്ലിയർ ആണ്? ഇനി ഏരോ മാർക്കിൻ്റെ റൈറ്റ് ഭാഗത്ത് വരുന്ന ആളുകൾ, അതാരാ സാറേ റൈറ്റ് ഭാഗത്ത്? അപ്പോൾ ഒരു C+D ഉണ്ട് വിചാരിക്കുക. സോ ഈ CAയും DA നമ്മൾ പറയും ഉൽപ്പന്നങ്ങളാണ്, പ്രോഡക്ട്സ് ആണെന്ന് പറയും. ഓക്കെ ആണോ? ദെൻ നമ്മൾ പോവാണ്, ഒന്നാമത്തെ റിയാക്ഷൻ ആണ് മക്കളെ താപരാസ പ്രവർത്തനങ്ങൾ, തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾ നോട്ട് മൈ വേർഡ്സ്, എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോളൂ, എന്താണ് എക്സാമിന് വന്നിരിക്കും. സോ എന്താണ് താപരാസപ്രവർത്തനങ്ങൾ, അതായത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്? നോക്കാം. എടാ ഈ റിയാക്ഷൻ മാത്രം നോക്കുക. മഗ്നീഷ്യം എന്ന് പറയുന്ന ആള് HCl-ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് MgCl2 ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് പുറമേക്ക് വിടുന്നുണ്ട്, പ്ലസ് താപം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ്. യെസ്. അപ്പോൾ സാറേ എങ്ങനെ ഇപ്പോൾ താപം പ്രൊഡ്യൂസ് ചെയ്യാൻ സാറിന് മനസ്സിലായത്? ഞാൻ പറഞ്ഞു ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും എവിടെയാണ്? യെസ്, ഈ ആരോ മാർക്കിൻ്റെ റൈറ്റ് ഭാഗത്താണ്. വിച്ച് മീൻസ് താപം എന്ന് പറയുന്ന ആൾ ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ്. അവിടെ പ്രോഡക്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക? ഒരാൾ പുതിയതായിട്ട് പുറമേക്ക് വരുമ്പോഴല്ലേ ഉണ്ടാവുക. സോ താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണല്ലേ. സോ നമുക്കറിയാം 2 തരത്തിൽ റിയാക്ഷൻസ് ഉണ്ട്. താപരാസ പ്രവർത്തനങ്ങൾ, തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. എന്തൊക്കെയാണ്? ഒന്ന് എക്സോതേർമിക് റിയാക്ഷൻ. എന്താ മക്കളെ? എക്സോതേർമിക് അല്ലേ, എക്സോതേർമിക് റിയാക്ഷൻ. അടുത്തതോ എൻഡോതേർമിക്. ഞാൻ എൻഡോതേർമിക് ഇവിടെ എഴുതുന്നില്ല. എന്താ കാരണം? അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോതേർമിക് ആണ്. സോ ഈ എക്സോതെർമിക്കിന്റെ മലയാളം എഴുതാൻ പോവാണ് മക്കളെ, താപമോചകം. എന്താ മക്കളെ? താപമോചക രാസപ്രവർത്തനങ്ങൾ. സോ നമ്മൾ ഇവിടെ പറഞ്ഞതാണ്, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്താ മക്കളെ? എക്സോതേർമിക് റിയാക്ഷൻ ആണ്, താപം മോചിപ്പിക്കുന്ന രാസപ്രവർത്തനങ്ങളാണ്. സോ അത് കണ്ടെത്താൻ ഞാൻ പറഞ്ഞൊരു കോഡ് എന്താണ്? യെസ്, ഏരോ മാർക്കിൻ്റെ റൈറ്റ് ഭാഗത്ത് പ്രോഡക്റ്റ് സൈഡിൽ ഉൽപ്പന്ന ഭാഗത്ത് താപം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് താപമോചക രാസപ്രവർത്തനമാണ്. ഫോർ എക്സാമ്പിൾ മഗ്നീഷ്യം എന്ന് പറയുന്ന ലോഹം അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന ലോഹം, ഒരു ലോഹം നമ്മുടെ HCl-ഉമായിട്ട് അല്ലെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ റിയാക്ഷൻ ഒരു എക്സോതേർമിക് റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളത്. ക്ലിയർ ആണോ? പക്കായിട്ട് കിട്ടിയില്ലേ? സോ ഈ താപരാസപ്രവർത്തനങ്ങളിലെ അണ്ടറിൽ വരുന്ന അടുത്തൊരു റിയാക്ഷനാണ് എൻഡോതേർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപാകിരണം. താപത്തെ ആഗിരണം ചെയ്യുന്നു. പഠിച്ചു വെച്ചോ. എക്സാമ്പിൾ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 പ്ലസ് ഹീറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് എന്ത് കിട്ടും? പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടും ആൻഡ് മാംഗനീസ് ഡയോക്സൈഡ് കിട്ടും. ഓക്സിജൻ ഗ്യാസ് പുറമേക്ക് ലിബറേറ്റ് ചെയ്യും. നേരത്തെ ലിബറേറ്റ് ചെയ്ത ഗ്യാസ് ഏതായിരുന്നു? വെൻ എ മെറ്റൽ റിയാക്ട് വിത്ത് ആൻ ആസിഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. അഥവാ ഒരു ലോഹം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസിനെ പുറമേക്ക്
പുറത്തേക്ക് വിടുന്ന പോലെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട്. സോ ക്ലിയർ അല്ലേ, ക്ലിയർ കട്ടല്ലേ? സോ എന്താ മക്കളെ, ഇവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് ഭാഗത്താണ്, വിച്ച് മീൻസ് റിയാക്റ്റന്റ് സൈഡിലാണ് അല്ലേ, റിയാക്റ്റന്റ് സൈഡിലാണ്, അല്ലെങ്കിൽ യെസ് നമുക്ക് പറയാം അഭികാരകങ്ങളുടെ ഭാഗത്താണ്. സോ താപം എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങളുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് എൻഡോതേർമിക് റിയാക്ഷൻ. എന്താ പറയാ, എൻഡോതേർമിക് റിയാക്ഷൻ ആണ്. മലയാളത്തിൽ പറയും താപാകിരണ രാസപ്രവർത്തനം. ഓക്കെയാണ്, ക്ലിയർ ആണ്. സോ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ വിചാരിച്ചത് എന്തായിരുന്നു, നമ്മുടെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു, താപരാസപ്രവർത്തനങ്ങളായിരുന്നു. അത് ഇവിടെ പൂർണ്ണമായി സെറ്റായിട്ട് മനസ്സിലാക്കി. നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചു, ആൻഡ് എക്സോതെർമിക്കിനെ കുറിച്ചും എൻഡോതെർമിക്കിനെ കുറിച്ചും ഇതാ ഇവിടെ തീർന്നു. സോ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ 1/3 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷമായോ? കാര്യം കിട്ടിയില്ലേ? കറക്റ്റ് മനസ്സിലാക്കിയില്ലേ? ആൻഡ് ദെൻ ഇനി ഇത്ര സമയം എടുക്കില്ല, കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം കോട്ട് ചെയ്താൽ മതി. ബാക്കി 2 പേരെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം തന്നെ പറഞ്ഞു തീർക്കും, പെട്ടെന്ന് തീർക്കാം. നോക്കടാ, താപം പുറത്തു വിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക രാസപ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇനി താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യെസ്, ഞാൻ ജസ്റ്റ് മാറി തരാം. എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള കേട്ടോ. ഓക്കെ, യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട്സ്. എടുത്തു വെച്ചില്ലേ? സോ നമ്മൾ പറഞ്ഞ കാര്യമാണ്, 2 തരത്തിൽ റിയാക്ഷൻസ് ഉണ്ട്, 2 ഡെഫിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ വിലപ്പെട്ട സമയം കളയുന്നില്ല. സോ നെക്സ്റ്റ് റിയാക്ഷൻ, പ്രകാശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. എന്താ മക്കളെ? യെസ്, പ്രകാശോർജ്ജത്തെ ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രകാശോർജ്ജത്തെ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഈ കാറ്റഗറിയിൽ വരിക. സോ നോക്കടാ, AgBr സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന ആള് ഒരു യെല്ലോയിഷ് കളറായിരിക്കും. പക്ഷെ നമ്മൾ ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് വെച്ചാൽ, ലൈറ്റിലേക്ക് തുറന്ന് വെച്ചാൽ അയാൾ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. യെസ്, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. സോ ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ രാസപ്രവർത്തനത്തിൽ വൈദ്യുതോർജ്ജം അല്ല, യെസ് ലൈറ്റിൻ്റെ ഊർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പ്രകാശ രാസപ്രവർത്തനത്തിൻ്റെ എക്സാമ്പിളാണ്. അങ്ങനെ അയാളുടെ കളർ ഫെയ്ഡ് ആവുന്നു, ബ്ലാക്കിഷ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ പരിചയമുള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. എന്താണ് റിയാക്ഷൻ? യെസ്, ഫോട്ടോ സിന്തസിസ് അല്ലേ. യെസ്, നോക്കടാ 6H2O + 6CO2 + പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് അല്ലേ. സോ ഇവിടെ ലൈറ്റ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ആൻഡ് C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇതും ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അഥവാ ഫോട്ടോസിന്തസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശ സംശ്ലേഷണം. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളാം. ചിലപ്പോൾ ഏതൊക്കെയാണ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓർത്ത് വെക്കുക. ആൻഡ് നോക്കടാ, എന്താണ് നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിക്കണ്ട, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്, എന്താണ് വെറുതെ വായിച്ചു നോക്കുക. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ അതായത് യെസ് ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലെ. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തു വിടുകയോ. ഓക്കെ ആണോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, ഡോണ്ട് വറി, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ആൻഡ് ദ ലാസ്റ്റ് വൺ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾക്കിനി പറയാൻ പറ്റൂലേ എന്താണ്, വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ വൈദ്യുതോർജ്ജം പുറത്തേക്ക് വിടുകയോ. അതർവൈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ലിബറേറ്റഡ്. നോക്കടാ, ഇവിടെ ബൾബ് കത്തുന്നു. എവിടെ ബൾബ് കത്തുന്നു. എങ്ങനെ ബൾബ് കത്തിയത്? വെറുതെ ആണോ? അല്ല, ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് പറഞ്ഞൂടെ ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്താ കാരണം? ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതല്ല ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ. എന്താണ്? യെസ്, നമുക്ക് പറയാം ഇലക്ട്രോളിസിസ് അല്ലേ, വൈദ്യുത വിശ്ലേഷണം. അതും എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. സോ ആ ഭാഗവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഡെഫിനേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഐ ആം ഷുവർ അല്ലേ, നിങ്ങളും ഷുവർ അല്ലേ, നിങ്ങളും കോൺഫിഡൻ്റ് അല്ലേ? എങ്കിലും നമുക്ക് വെറുതെ വായിച്ചു നോക്കാം. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ അഥവാ വൈദ്യുതോർജ്ജം ആവശ്യമുണ്ട് അല്ലേ, അവർക്ക് രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുറത്ത് വിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയാം വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. വിച്ച് മീൻസ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ്. ആ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ
എനർജി ആവശ്യമുണ്ട് ആൻഡ് അല്ലെങ്കിലോ വിച്ച് മീൻസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ, ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് പറയാൻ പറ്റും. സോ ഹെൻസ് ദ പ്രൂഫ്. നിങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇത്രയും നേരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. സോ ആ ഒരു വലിയ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ചാപ്റ്ററിൻ്റെ, നമ്മുടെ കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു വലിയ ഭാഗം എൻ്റെ മക്കൾ പഠിച്ചു. സോ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ മാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒഴിവാക്കാനില്ല, നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. സോ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക, റിവൈസ് ചെയ്യുക ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഗുഡ് ബൈ.